ഹായ് നമസ്കാരം. ഞാൻ പ്രതീക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഒരു ബാച്ചിലർ ഓഫ് ഡിസൈൻ, ഇൻഡസ്ട്രിയൽ ഡിസൈൻ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഡിസൈൻ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിന് ഞങ്ങൾ കണ്ടക്ട് ചെയ്ത ഒരു വർക്ക്ഷോപ്പിനെ പറ്റിയാണ്. അപ്പോൾ ഈ വർക്ക്ഷോപ്പിൻ്റെ മെയിൻ എയിം എന്താണെന്ന് വെച്ചാൽ പ്രോട്ടോടൈപ്പിംഗ് ആയിരുന്നു. അതായത് നമ്മൾ കൈ കൊണ്ട് എങ്ങനെയാണ് പ്രോപ്സ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും ഒബ്ജക്ട്സ് ഉണ്ടാക്കുന്നത്, അതായത് വലിയ ഒബ്ജക്ട്സിൻ്റെയോ അതിൻ്റെയൊക്കെ സ്കെയിൽ ഡൗൺ ആയത് അതിൻ്റെ മിനിയേച്ചറൈസ്ഡ് ആയിട്ടുള്ള വേർഷൻസ് എങ്ങനെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അതുപോലെ അവരെങ്ങനെയാണ് വിവിധ തരം മെറ്റീരിയലുകൾ, അതായത് അവർക്ക് അവിടെയും ഇവിടെയും വേസ്റ്റ് ആയിട്ട് പോകുന്ന കാർഡ്ബോർഡ് അല്ലെങ്കിൽ PVC പൈപ്പ്, പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് വേണ്ട മെറ്റൽ, അവർക്ക് ഏത് തരം മെറ്റീരിയൽസ് ആണെങ്കിലും അതിനെ അവരെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണത്, അവരെങ്ങനെയാണ് അതിനെ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു വിഷ്വലൈസേഷനായിട്ട് ഡെവലപ്പ് ചെയ്യണേ എന്ന് അത് ആ ഒരു സ്കിൽ ഇമ്പാർട്ട് ചെയ്യാനും അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഓരോ സ്റ്റുഡൻറ്റും ഹാൻഡിൽ ചെയ്യണേ എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു വർക്ക്ഷോപ്പായിരുന്നു. ഈ വർക്ക്ഷോപ്പിൻ്റെ മെയിൻ തീം എന്ന് വെച്ചാൽ സ്റ്റാർ വാർസ് ആണ്. ഇതിപ്പോൾ ഞങ്ങൾ ഫാക്കൽറ്റീസ് കുറച്ച് നാളായിട്ട് ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കായിരുന്നു. എങ്ങനെയാണ് നമ്മൾ കുറച്ച് ഹാൻഡ്സ് ഓൺ സ്കിൽ ഫോക്കസ് ചെയ്ത് അതിനുവേണ്ടി ഒരു വർക്ക്ഷോപ്പ് ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് ഒരു സൈഫൈ എൻവയറമെൻറ്റ്, കോൺസെപ്ച്വലായിട്ടുള്ള പ്രോഡക്ട്സ്, ഒബ്ജക്ട്സ് എല്ലാം ഉള്ളൊരു വേൾഡാണ് സ്റ്റാർ വാർസിൻ്റെ വേൾഡ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത് ആദ്യത്തെ ദിവസം സ്റ്റാർ വാർസിൻ്റെ 3 മൂവീസ്, അതായത് ഏറ്റവും പഴയ എപ്പിസോഡ് 4, 5, 6 അല്ല, അതിൻ്റെ മിഡിലിൽ ഇറങ്ങിയ എപ്പിസോഡ് 1, 2, 3. അപ്പോൾ അത് ആദ്യം പിള്ളേരോട്, സ്റ്റുഡൻസിനോട് ആ എപ്പിസോഡുകൾ 3 അവരെ ഒറ്റയടിക്കിരുത്തി ബിഞ്ച് വാച്ച് ചെയ്യിപ്പിക്കാനായിരുന്നു. പിന്നെ അവരത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം അവർക്ക് ഏതൊക്കെ ഒബ്ജക്ട്സ് അല്ലെങ്കിൽ പ്രോഡക്ട്സ് ആണ് ആ മൂവീസിൽ നിന്ന് ഇഷ്ടപ്പെട്ടത് അതിനെപ്പറ്റി ചെറിയൊരു പ്രസൻറ്റേഷൻ ചെയ്യാനായിരുന്നു അവരുടെ രണ്ടാമത്തെ ടാസ്ക്. പിന്നെ മൂന്നാമത് ആ പ്രസൻറ്റ് ചെയ്ത ഒബ്ജക്റ്റുകളിൽ നിന്നും എങ്ങനെയാണ് ആ ഒരു ഓരോ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് അതിനെ സ്കെയിൽ ഡൗൺ ചെയ്ത് അതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും എന്നുള്ളത് ആയിരുന്നു ഫൈനൽ ടാസ്ക്. അപ്പോൾ അടുത്തായി നമ്മൾ ഈ വർക്ക്ഷോപ്പിൻ്റെ വിഷ്വൽസിലേക്കും പോകുന്നുണ്ട്. അവരുടെ ഡെയിലി പ്രോഗ്രസ്, ഫൈനലായിട്ട് ഉണ്ടാക്കിയ ഐറ്റംസ് എന്നിവ നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു വർക്ക്ഷോപ്പ് ആണ്. ഇനി ഇപ്പോൾ നമ്മൾ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ എങ്ങനെ പോകുന്നുവെന്ന് നോക്കാം. അവർ ഫൈനൽ കംപ്ലീറ്റ് ചെയ്ത പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ മോക്കപ്സ് ലാസ്റ്റിൽ നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ ഈ എക്സസൈസ് എന്ന് വെച്ചാൽ അവരുടെ യൂഷ്വൽ ബാച്ചലർ ഓഫ് ഡിസൈൻ സ്റ്റഡീസിൽ നിന്ന് മാറി ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ്, അണ്ടർസ്റ്റാൻഡിങ്, അവർ ഡീറ്റെയിൽസിലേക്ക് എന്തോരം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. പിന്നെ അത് തന്നെ എങ്ങനെയാണ് അവർക്ക് ഒരു മൂവിയിൽ കണ്ട ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു കോൺസെപ്ച്വലായിട്ടുള്ള ഒബ്ജക്റ്റ് എങ്ങനെ അവരതിനെ മനസ്സിലാക്കി അതിനെ ഡ്രോയിങ് പോലെ ആക്കി, ആ ഡ്രോയിങ് ഉണ്ടാക്കുന്നതും അവർക്കതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ഒരു മോക്കപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പ്രോസസ്സിൽ കൂടി അവരെ കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു ഈ വർക്ക്ഷോപ്പിൻ്റെ ഉദ്ദേശം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ പോയെന്ന്.
सभी व्हील्स मूव नहीं हो रहे ना, देखिए ग्रिप डाल This is the final day of the presentation. Let's take a peek at what the students are doing in the class.